നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്ര വഴികളിലേക്ക് സ്വാഗതം. തമിഴിലെയും തെലുങ്കിലെയും സിനിമകളിൽ പരീക്ഷിച്ച് വിജയിച്ച പ്രമേയങ്ങളുടെ ചുവട് പിടിച്ച് 1966 പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് പകൽക്കിനാവ്. ഉറപ്പണിന് ശേഷം MD വാസുദേവൻ നായർ രചന നിർവഹിച്ച ചിത്രം. എക്കാലത്തും പ്രസക്തമായ സാമൂഹ്യ പ്രശ്നങ്ങൾ, പ്രണയം, ത്യാഗം, വഞ്ചന, ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീകളുടെ ദുരവസ്ഥ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളാണ് ഈ സിനിമ കൈകാര്യം ചെയ്തത്. 1950കളിൽ പുറത്തിറങ്ങിയ ചില തമിഴ് സിനിമകളോടും മറ്റും സാമ്യമുണ്ടായിരുന്ന കഥാഗതിയാണ് പകൽക്കിനാവിൻ്റേത്. 1953 TR സുന്ദരം സംവിധാനം ചെയ്ത തിരുമ്പിപ്പാർ, അതുപോലെ 54 കൃഷ്ണൻ പഞ്ചു സംവിധാനം ചെയ്ത രക്തക്കണ്ണീർ, ഈ സിനിമകളിലെല്ലാം നെഗറ്റീവ് ഷെയ്ഡുള്ള നായകന്മാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സിനിമയുടെ അവസാനം എത്തുമ്പോഴേക്കും ഈ കഥാപാത്രങ്ങൾക്കെല്ലാം പരിവർത്തനം സംഭവിക്കുകയും ചെയ്യും. കണ്ണമ്മ പിക്ചേഴ്സിൻ്റെ ബാനറിൽ LR വൈദ്യനാഥൻ നിർമ്മിച്ച് പകൽക്കിനാവ് സംവിധാനം ചെയ്തത് SS രാജനാണ്. വൈകാരികമായ കഥാഗതി അത് ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിൽ സംവിധായകൻ മികവ് പുലർത്തി. ആഡംബരങ്ങളിലും ആഘോഷങ്ങളിലും മയങ്ങി ജീവിക്കുന്ന സ്ത്രീ ഒരു ബലഹീനതയായ നായകൻ ബാബു, അയാളുടെ ലക്ഷ്യബോധമില്ലാത്ത ജീവിതയാത്രയിൽ ബാംഗ്ലൂരിൽ വെച്ച് മാലതി എന്ന യുവതിയെ കെണിയിലാക്കുന്നു. അവൾ ഗർഭിണിയായതോടെ ബാബു സ്ഥലം വിട്ടു. ഒരു കുഞ്ഞിന് ജന്മം നൽകിയ മാലതി മരണമടയുന്നു. ആഘോഷ ജീവിതത്തിൽ മനം മടുത്ത ബാബു കേരളത്തിൽ വെച്ച് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകളെ അവിചാരിതമായി തിരിച്ചറിയുന്നു. പശ്ചാത്താപ വിവശനായ അയാൾ മകളെ ഒപ്പം കൂട്ടുന്നു. ബാബുവായി സത്യനും മാലതിയായി ശാരദയും ശ്രദ്ധേയമായ പ്രകടനമാണ് ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചത്. നെല്ലിക്കോട് ഭാസ്കരൻ, അടൂർ ഭാസി, വാസന്തി, പ്രേംജി തുടങ്ങിയവരായിരുന്നു മറ്റു താരങ്ങൾ. സത്യ വീനസ് സ്റ്റുഡിയോകളിലാണ് പകൽക്കിനാവ് ചിത്രീകരിച്ചത്. വയനാട്ടിലെ ഗ്രാമങ്ങളായിരുന്നു പുറം ലൊക്കേഷനുകൾ. P. ഭാസ്കരൻ, BA ചിദംബരനാഥ് ടീമിൻ്റെ ഗാനങ്ങൾ സിനിമയുടെ സ്വീകാര്യതയ്ക്ക് കരുത്തേകി. യേശുദാസ് പാടിയ പകൽക്കിനാവിൻ സുന്ദരമാകും, അതുപോലെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്നീ ഗാനങ്ങളും, S. ജാനകി പാടിയ നിദ്രതൻ നീരാഴി, കേശാതിപാദം തൊഴുന്നേൻ എന്നീ ഗാനങ്ങളും അടക്കം ചിത്രത്തിലെ 5 ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളായി മാറി. മികച്ച സാമൂഹിക ചിത്രം എന്ന നിലയിൽ പേരെടുത്ത സിനിമയ്ക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് പ്രേക്ഷകർ നൽകിയത്. മലയാള സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.